സൗമ്യയുടെ കാര്യം. സൗമ്യ നേഴ്സിൻ്റെ അടുത്ത് സൗമ്യ നേഴ്സിന് ഉറക്കം പോയി. കുഞ്ഞ് മരിച്ചോടുകൂടി അവളൊരു അപ്സെറ്റായിട്ട് ഉറക്കം പോയി. എല്ലാവരും ചുറ്റുമുണ്ട്, പക്ഷേ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എൻ്റെത്. പിന്നൊരു കാര്യം പറഞ്ഞ്, അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ അനുഭവമാണ്. എന്താ പറഞ്ഞത്? ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണർന്നിരിക്കുക. അത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവർക്ക് ദുരന്തം സംഭവിച്ചിരിക്കുകയല്ലേ. ഇവള് വല്ലതും കാണിച്ച് പൊട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഒരു കണ്ണ് ഇവളുടെ മേലെ വെച്ചാക്കിയിട്ട് എല്ലാവരും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണയോടെ. ഇപ്പം വല്ല കുഴപ്പമുണ്ടാ? എല്ലാ കണ്ണുകളും ആരുടെ? ഈ സൗമ്യയിലേക്കാണ്. ആ വീട്ടിലെ ഹീറോയായി മാറുകയാണ്. എന്നിട്ട് എല്ലാവരും ഇവരോട് സ്നേഹവും കാരുണ്യവും വാത്സല്യവും പണ്ടാര ആശ്വാസവും ഇതെല്ലാം കിടക്കുകയാണ്. അപ്പം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ പറയും, ഇങ്ങനെ ആശ്വാസം കൊടുക്കുന്ന ആൾക്കാരുടെ അവസാനത്തെ അവസ്ഥ രസമാണ്. അപ്പോൾ അവസാനം ഈ കുറേ തരത്തിലുള്ള നാത്തുമാർ, ചേച്ചിമാർ, ഫ്രണ്ട്സ്, കുടുംബക്കാർ, കൂട്ടുകാർ, മൊത്തം ആശ്വാസത്തിൻ്റെ പ്രളയമാണ്. ഈ ആശ്വാസത്തിൻ്റെ പ്രളയത്തിൽ ഇവൾ ഉറക്കം പോയി. എന്നുവെച്ചാൽ എന്താ കാര്യം? ഇവളുടെ സങ്കടം കാരണം ഉറക്കമില്ല. അപ്പോൾ ഈ ആശ്വാസം ഇങ്ങനെ നൂറുകണക്കിന് ആശ്വാസം തന്ന ആൾക്കാർ എന്ത് ചെയ്ത്? ഇവൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം വരുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമെന്ന്. അത് മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ ട്രാജഡി എന്ന് പറയുന്നത്. എത്ര ചക്കര തേൻ ഒലിപ്പിച്ച് ആശ്വാസം കൊടുത്താലും ഈ ആശ്വാസത്തിൻ്റെ വക്താവ് ഒരു സമയം വരുമ്പോൾ ഉറങ്ങും. നമുക്കപ്പോഴും ഉറക്കമില്ല. ഇത് എന്നെങ്കിലും സൗമ്യത്തിൽ നേരത്തെ അനുഭവിച്ചത് കൊണ്ടൊരു സന്തോഷമുണ്ട് എനിക്ക്. നമ്മൾ പല ആൾക്കാരും ചാകണ സമയത്ത് വാർദ്ധക്യത്തിലാണ് ഇതുപോലെ അനുഭവിക്കുന്നത്. ഇതൊരു ട്രാജഡിയാണ്. ഇതൊക്കെ ചെറുപ്പകാലത്ത് തന്നെ അനുഭവിച്ച് മാറേണ്ടതാണ്. എല്ലാവരും ഉണ്ടല്ലോ. വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, തിരക്കാരുണ്ട്, ആളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമുക്കെന്തെങ്കിലുമൊക്കെ നിവൃത്തിയുള്ളവരാണെങ്കിൽ ആൾക്കാർ തിരക്കാൻ അന്വേഷിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പേരിൽ പല ആൾക്കാരും മനുഷ്യൻ്റെ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ വൈദികനായിട്ട് എനിക്ക് മനസ്സിലായത് മനുഷ്യൻ്റെ ഗുരുതരമായ പാപം എന്ന് പറയണത് ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണ്. ദൈവത്തെ അവോയ്ഡ് ചെയ്യണത്. ഇപ്പം നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ വീട്ടിൽ അപ്പം തന്നെ പുലിയാവും അല്ലേ? നിങ്ങൾ അവോയ്ഡ് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ ഇപ്പോൾ നിങ്ങളൊരു ബന്ധു ഒരു ഞായറാഴ്ച ഒരു ബന്ധു വീട്ടിൽ വന്ന് അപ്പം തന്നെ നിങ്ങൾ ഉടുത്ത സാരി കഴിച്ചിടും. എന്താണ്? വൈകുന്നേരം മറ്റേ പള്ളിയിൽ പോകാം എന്നും പറഞ്ഞ് അവിടെ മനസ്സിലായി അപ്പം തന്നെ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. പല ആൾക്കാരുടെയും ജീവിതത്തിൽ അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഗ്യാങ്ങിന് വേണ്ടി എല്ലാം ദൈവത്തെ അവോയ്ഡ് ചെയ്ത ചരിത്രമാണ്. നിങ്ങൾക്ക് അനുതാപിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആ മേഖല ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. നിങ്ങൾ അനുതാപിക്കുന്ന പല കാര്യവും ദൈവത്തിന് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ അനുതാപിക്കുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും അനുതാപത്തിൻ്റെ ആ പട്ടികയിൽ പെടാത്തതാണ്. എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നത് അതായത് ഏതെങ്കിലും സമയത്ത് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആര് വന്നാലും, ഭാര്യ വന്നാലും ഭർത്താവ് വന്നാലും മക്കൾ വന്നാലും ആര് വന്നാലും ഒന്നാം പ്രമാണ ലംഘനമായി പോവും ദൈവത്തിൻ്റെ സ്ഥാനത്ത്. നിങ്ങളിപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിസന്ധികളിൽ വന്നപ്പോഴും നിങ്ങൾ ദൈവമായിട്ട് അടുക്കുന്നവരുണ്ട്.
എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അത് തെറ്റാണെന്നും പറയണില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യം എന്ന് പറയണത് എല്ലാ കാലാവസ്ഥയിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കൽപ്പന തന്നപ്പോൾ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നെന്ന് പറഞ്ഞു. എൻ്റെ കാരണം, നിൻ്റെ കർത്താവായ എന്ന് പറഞ്ഞാൽ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഇങ്ങനെ പറയാൻ കാരണം വേറെ പല ഞാനുകളും കർത്താവിൻ്റെ വേഷം കെട്ടി വരുന്ന കൊണ്ടാണ്. പീഡിയ അതാണ് പ്രശ്നം. വേറെ പല ഞാനുകളും വരുന്നുണ്ട്. ഞാനാണ് കർത്താവെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അത് ഞാനാണ് കർത്താവെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മക്കളും വരും. അമ്മ ഇന്ന് പള്ളിയിൽ പോകണ്ട, എന്താ പരീക്ഷയാണ് എന്ന് പറയും. അവിടെ അമ്മ നിൽക്കാൻ പറയും. വേണ്ട, അത് ഞാനാണ്, അതൊരു കർത്താവാണ്. നീ പഠിക്കണം, നീ ജയിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഒരു തള്ളക്കും വരത്തില്ല. അവൻ പറഞ്ഞതും കേട്ട് അവിടെ കുത്തിയിരിക്കും. അപ്പം ആ കർത്താവ് ആരായി? മകനായി. അമ്മ ഇന്ന് പള്ളിയിൽ പോകണ്ട, അമ്മ വൈകുന്നേരം പോയ എപ്പോഴും പള്ളിയിൽ തന്നെയല്ലേ അമ്മ, ഇന്നെൻ്റെ പരീക്ഷയാണ്, അമ്മ ഇവിടെ ഇരിക്കാൻ പറയും. ഉടനെ അമ്മ അവിടെ ഇരിക്കും. അതാണ് സംഭവം. അപ്പോൾ ആരായി? കർത്താവ് ആരായി? മകനായി. അപ്പോൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുമെന്ന് പറയുമ്പോൾ എവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രാധാന്യം വേറെ എന്തെങ്കിലും വസ്തുവിനോ ജോലിക്കോ വേറെ എന്തെങ്കിലും സംവിധാനത്തെ കൊടുത്ത ഉടനെ ഈ ഒന്നാം പ്രമാണ ലംഘനമായി മാറും. ഒന്നാം പ്രമാണ ലംഘനമായി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ സ്ഥാനത്തെ വേറെ വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോൻപ് കാലത്ത് മാപ്പ് ചോദിക്കുകയും ദൈവമേ അങ്ങയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ജീവിക്കാനുള്ള ഒരു പുതു ജീവിതത്തിലേക്ക് എന്റെ ജീവിതം പുനർക്രമീകരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകനാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകനാ കർത്താവേ നാഥനേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ മാത്യു ഏലന്താനം. ഞാൻ കരീഷ്യൻ സഭാംഗമാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നോയിഷറ്റ് ഹൗസിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഏതാണ്ട് 31 വർഷം ഞാൻ ആന്ധ്രാപ്രദേശിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം 6 വർഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഉടമ്പടി എടുക്കുവാൻ കാരണം, ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ മാസം 13-ാം തീയതിയാണ്. അതിന് മുൻപ് 2019 എനിക്കൊരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ഉണ്ടാവുകയും എൻ്റെ വലതുകാല് 3 സ്ഥലത്ത് ഒടിയുകയും അതിനുശേഷം അത് സെപ്റ്റിക് ആവുകയും ഡോക്ടർ പറഞ്ഞു കാല് ആംപിറ്റേറ്റ് ചെയ്യണം, മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. ആ സമയത്ത് 38 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടുകയും യൂട്യൂബിലെ കൂടുകയും അതിനുശേഷം ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനൊരു പ്രാർത്ഥനയായിട്ട് മാതാവിനോട് പറയാറുന്നു, മാതാവേ എൻ്റെ കാല് മുറിച്ച് മാറ്റാൻ അങ്ങ് അനുവദിക്കരുത് എന്ന്. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. അതിനുശേഷം എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. അതിനുശേഷം 2023
ജൂൺ മാസം 5-ാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാവുകയും ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 20 ദിവസം അഡ്മിറ്റ് ആവുകയും ചെയ്തു. വയറുവേദന കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ വളരെ താഴെയാവുകയും 6.4 വരെ ആവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നൽകുകയും അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 6 വരികയാണെങ്കിൽ കോമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കണമെന്നും. അതിനുശേഷം എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്തെങ്കിലും എന്തുകൊണ്ടാണ് എൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എല്ലാം നോർമലും. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞ് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരിക, നമുക്ക് ബോൺ മാറോ ചെയ്ത് നോക്കാം. അതിലൂടെ ഈ റെഡ് ബ്ലഡ് സെൽസ് എവിടെ എങ്ങനെ നശിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കാം. ഒരു പക്ഷേ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ആരംഭം ഉണ്ടായിരിക്കാം എന്നാണ് ഡോക്ടർ അപ്പോൾ പറയാനിടയായത്. ആ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴും എല്ലാ ദിവസവും 2 പോയിൻ്റ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹീമോഗ്ലോബിൻ. അതിനുശേഷം ഞാൻ ചെല്ലേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് അസുഖമാവുകയും ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ജൂലൈ 3-ാം തീയതി എൻ്റെ അമ്മ മരിക്കുകയും അതിനുശേഷം ഒരു സെക്കൻഡ് ഒപ്പീനിയൻസിന് വേണ്ടി കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആവുകയും 5 ദിവസം അവിടെ കിടക്കുകയും അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ള കാരണം ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറയുകയുണ്ടായി. പക്ഷേ 5-ാം ദിവസം ഡോക്ടർ പറയുകയാണ് എല്ലാം നോർമലാണ്, എവിടെയും ഈ ബ്ലഡ് ലീക്ക് ആവുന്നതായിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ബാംഗ്ലൂർ തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ച് ഉടൻ തന്നെ ബോൺ മാറോ ചെയ്യുക എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് എൻ്റെ അനിയൻ ജോസ് ചോദിച്ചു, അച്ഛന് എൻ്റെ കൂടെ നാളെ കൃപാസനത്തിൽ വരാൻ സാധിക്കുമോ എന്ന്. എനിക്ക് കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തെപ്പറ്റി പലപ്പോഴും നെഗറ്റീവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്രോഡാണ്. അതുപോലെ തന്നെ പലരും പറയുമായിരുന്നു അവിടെ നടക്കുന്നതെല്ലാം ഈ സാക്ഷ്യങ്ങളും എല്ലാം ഫ്രോഡാണ്, വെറുതെ പറയുന്നതാണ് എന്ന്. പക്ഷേ അനിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു ഞാൻ പോരാമെന്ന്. അങ്ങനെ ജൂലൈ മാസം 13-ാം തീയതി ഞാൻ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 1-ാം നിലയിലെ റൂമിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു, ഈ ഉടമ്പടി എടുക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്? അത് എനിക്കൊരു വലിയ ഡൗട്ടായിരുന്നു, ഒരു സംശയമായിരുന്നു. കാരണം സ്ക്രിപ്ചറലായിട്ട് നോക്കിയാലും അബ്രാഹവും ദൈവമായിട്ടും ഇസ്ഹാഖും ദൈവമായിട്ടും യാക്കോബും ദൈവമായിട്ടും അതുപോലെ തന്നെ മോസസും ദൈവമായിട്ടുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്? അതുകൊണ്ട് ആ ഹോളിൽ പോയി ഞാൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ടോക്കിൽ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നതെന്ന്. നിങ്ങൾ മാതാവുമായിട്ടല്ല ഉടമ്പടി നടത്തുന്നത്, നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി നടത്തുന്നത്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നിങ്ങൾ നടത്താൻ പോകുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ആ നിമിഷത്തിൽ മാറുകയും അപ്പോൾ മുതൽ എനിക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകുകയും ചെയ്തു. അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് ഞാൻ ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസവും അതുപോലെ തന്നെ ബാംഗ്ലൂർക്ക് പോയ ദിവസം 2 ദിവസം മാത്രം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിൽ നിന്നും 12-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ 7.8 ആയിരുന്നു. അങ്ങനെ ഞാൻ ജൂലൈ 15-ാം തീയതി 2023 ജൂലൈ 15-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ചെന്ന് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തു. 9:30 ആയപ്പോൾ ഡോക്ടർ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട്
അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ കാരിതാസ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എൻ്റെ ചാർട്ടെല്ലാം കാണിച്ചു കൊടുത്തു. ഈ ബ്ലഡ് എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ടെന്നും എല്ലാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ കാരിതാസ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം 7.8 അത് ഇന്ന് 8 ആയിട്ടുണ്ട്. 2 പോയിൻ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ബോൺ മാറോ ചെയ്യാം എന്ന്. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ വേറെ മരുന്നുകളോ ഒന്നും ഞാൻ കഴിച്ചില്ല. അന്ന് മുതൽ എല്ലാ ദിവസവും 2 പോയിൻ്റ് വീതം കയറിയാണ് ചെയ്തത്. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത് 14.7 എൻ്റെ ഹീമോഗ്ലോബിൻ. ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് യേശുവിനും അതുപോലെ തന്നെ മാതാവിനും വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ വേറെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് പലതും വേറെ പല എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൊടുത്തിരുന്നു. ഒന്നാമത് എൻ്റെ ഈ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ ജോയിൻറ്റ്സും വളരെ പെയിനായിരുന്നു. അപ്പോൾ ഈ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ചതുകൊണ്ട് ആ വേദനയെല്ലാം മാറിക്കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഷുഗർ. അപ്പോൾ 525 അപ്പോൾ ഏതാണ്ട് കോമയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ആ സമയത്തും 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുമെങ്കിലും എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും 15 യൂണിറ്റും വൈകുന്നേരം 10 യൂണിറ്റും എടുത്താലും അത് 260 280 വന്ന് നിൽക്കുമായിരുന്നു. ഒട്ടും കുറയുന്നില്ലായിരുന്നു. എന്നാൽ ഈ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാവിലെ 15 വൈകുന്നേരം 15 ഉള്ളൂ. പക്ഷേ അത് എൻ്റെ ഷുഗർ 113 കുറഞ്ഞു. മാതാവും ഈശോയും ചെയ്ത വലിയ ഈ അത്ഭുതത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു ഈ തൈലവും ഉപ്പും ഉപയോഗത്തിലൂടെ. അതുപോലെ തന്നെ പൈൽസും അതുപോലെ തന്നെ അൾസറും ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും ഞാൻ വേറെ മരുന്നൊന്നും ഉപയോഗിച്ചില്ല, പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തരികയുണ്ടായി. ഇനി എൻ്റെ ഞാൻ നടത്തിയ ഓരോ കാരുണ്യ പ്രവർത്തികളെ പറ്റി പറയുകയാണെങ്കിൽ, ബാംഗ്ലൂരിൽ വെച്ച് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ മെൻ്റലി റിട്ടാർഡഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ഉണ്ട്. അവരുടെ അടുത്ത് പോവുകയും അവരെ ഫീഡിങ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നേരെ അവരുടെ വായിൽ നമ്മൾ സ്പൂണുകൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നടത്തി കൊടുക്കുകയും അതിലൂടെ അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരേ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം ഒരു കുട്ടി, ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ആ കുട്ടി എന്തുകൊണ്ടോ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് പകുതി കുടിച്ചതിന് ശേഷം നേരെ എൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിച്ചു. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഞാൻ അപ്പോഴേ എൻ്റെ ഓർമ്മ വന്നത് ഉണ്ണീശോ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. അത് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞിൻ്റെ വലത്തുകരവും സൈഡ് മുഴുവൻ പാരലൈസ്ഡാണ്. അതുപോലെ തന്നെ ഇടത് കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നേരം മുഖം കുനിച്ചിരുന്നു. അതിനുശേഷം ആ കുട്ടി എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും പിന്നീട് ഒരിക്കലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പറയും എനിക്ക് ചോറ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കുകയില്ല, എന്നാലും കാണിച്ചു കഴിഞ്ഞ് എന്നെക്കുറിച്ച് മേടിപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ ഈ ആകാശപ്പറവുകളുടെ സെൻറ്ററിൽ പോവുകയും അവരെ വിസിറ്റ് ചെയ്യുകയും അവരുമായി കുറച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരുമായി സംസാരിക്കുകയും അവരുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം കേൾക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ എൻ്റെ വേറെ പ്രവർത്തികൾ പറയുമ്പോൾ ഈ ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം അത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഈ ലാംഗ്വേജിലുള്ള എല്ലാം ഓരോ കെട്ട് പത്രങ്ങൾ കൊണ്ടുപോവുകയും എല്ലാവർക്കും എൻ്റെ അനുഭവം അവർക്ക് പറഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അതിന് മുൻപ്
പ്രാർത്ഥിച്ച് ഈ തൈലവും ഉപ്പും അതിൽ വിതറുകയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ ദൈവം എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞാൻ ഒരു ടാക്സിയിൽ പോരുമ്പോൾ ആ ടാക്സി ഡ്രൈവറുമായിട്ട് സംസാരിക്കുകയും ആ ടാക്സി ഡ്രൈവർക്ക് ഈ യേശുവിനെ പറ്റിയും പ്രത്യേകിച്ച് ഈ കൃപാസനത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള ആ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ക്രിസ്ത്യാനികളാണ്, അവരിങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമാണ് അറിഞ്ഞത്. യേശു ആണ് ശരിയായിട്ടുള്ള നിജമായിട്ടുള്ള രക്ഷകൻ എന്ന് ആ മനുഷ്യൻ ഏറ്റവും അവസാനം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം നൽകി. പ്രത്യേകിച്ച് ഞാൻ 6 കാര്യങ്ങൾ എഴുതിയതിൽ ഒന്ന് പരിശുദ്ധാത്മാവോടെ നിറയ്ക്കണമെന്നും, രണ്ടാമത്തെ വിശുദ്ധിയിലും വിശ്വസ്തയിലും വളരാൻ തരണമെന്നും, ഇത് രണ്ടും വെച്ചതിന് ശേഷമാണ് എൻ്റെ ഹീമോഗ്ലോബിൻ നോർമലാക്കി തരണമെന്നും, ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം നോർമലാക്കി തരണമെന്നും ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ദൈവം എനിക്ക് ഇതിനു വേണ്ടി വളരെ അനുഗ്രഹം നൽകുകയും, അതുപോലെ തന്നെ ഈ എൻ്റെ ഞാൻ വിശ്വബലി അർപ്പിക്കുമ്പോൾ ഭക്തിയോടുകൂടി അർപ്പിക്കുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. അതുപോലെ തന്നെ ജപമാല നമ്മൾ ചെല്ലുമ്പോൾ അത് വളരെയധികം ഭക്തിയോടുകൂടി ധ്യാനിച്ചും ചെല്ലാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. അതുപോലെ തന്നെ എൻ്റെ എല്ലാ 2 ആഴ്ചകളിലും ഞാൻ 2 ആഴ്ചയിലെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ കുമ്പസാരിക്കുവാനും അതുപോലെ കൂടുതൽ ദൈവമായിട്ട് അടുക്കുവാനുള്ള അനുഗ്രഹം ദൈവം നൽകിയുണ്ടായി. ഇങ്ങനെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അതുപോലെ തന്നെ ബൈബിൾ വായനയിലും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, ജപമാല ചെല്ലുക, അതിനുശേഷം മാത്രമേ ഞാൻ ഉറങ്ങുകയുള്ളൂ. അപ്പോൾ ആ വിധത്തിൽ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ കടമ്പനാട് നിന്ന് വരുന്നു. എൻ്റെ പേര് സിന്ധു. ഞാൻ ഉടമ്പടി എടുത്തത് 2003 10/6 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ മൂത്ത മകൻ്റെ ജോലിയും എല്ലാമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മോന് പഠിക്കാൻ അത്ര ഇതില്ലായിരുന്നുവെങ്കിലും അവന് SLC പരീക്ഷയിൽ ടീച്ചർമാരെപ്പോഴും വിളിച്ചു പറയും, അവൻ പഠിക്കുന്നില്ല, അവന് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്നൊക്കെ. അങ്ങനെ ഉടമ്പടി എടുത്ത് അവൻ തന്നെ പറഞ്ഞ് ഞാൻ വന്ന് സാക്ഷ്യം പറയാം. പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി. പിന്നെ ഉടമ്പടി പത്രം കൊണ്ടുവന്ന് പരീക്ഷാ സമയത്തൊക്കെ അവന് കൊടുക്കാനുള്ളൊരു കൃപ ദൈവം കൊടുത്തു. അങ്ങനെ ഈ പരീക്ഷയ്ക്ക് അവന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. പിന്നെ എൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് മെയ് മാസം വണക്കത്തിൽ മെയ് 15-ാം തീയതി അവൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് ആ ഡേറ്റിന് തന്നെ എറണാകുളത്തൊരു ജോലി ശരിയായി. പക്ഷെ അതത്ര ഇതായിട്ട് അവന് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു ജുവലറി ജോലിക്ക് പോയി, അതും അവന് ശരിയായി തോന്നിയില്ല. പിന്നെ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി പോയി, അതും അവന് ശരിയായില്ല. അങ്ങനെ എന്നോട് ഈയിടെ പറഞ്ഞു, 18 വയസ്സായപ്പം മുതൽ ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചതാണ്, ഇതുവരെ അത് ശരിയായില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. കഴിഞ്ഞ മാസം അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ, ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്ന്. ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അവന് പാസ്പോർട്ടും വിസയും ടിക്കറ്റും ലഭിക്കുകയും 44 ദിവസം ആകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അത് ഈശോയും അമ്മയും കൂടെ എനിക്കത് സാധിച്ചു തന്നു. മോൻ്റെ കൈ കൊടുക്കാം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കടമ്പനാട്ടിൽ നിന്ന് വരുന്നു. ഞാനല്ല, അമ്മയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയായിരുന്നു. 4 ഉടമ്പടിയിലും ഞാൻ നല്ലപോലെ പ്രവർത്തിക്കാത്തതുകൊണ്ടായിരിക്കാം ഇത്രയും എനിക്ക് വൈകിപ്പിച്ചത്. 18 വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നായിരുന്നു. പല ജോലിക്കും പോയി. എല്ലാം 1 വർഷം 1.5 വർഷം 1 വർഷം 1.5 വർഷമൊക്കെ നിൽക്കും. പിന്നെ അങ്ങോട്ട് ശരിയാവുന്നില്ല.
അപ്പം ഈ അവസാനത്തെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ആഴ്ച 5ാമത്തെ ഉടമ്പടി എടുക്കുന്നത്. ഇതുവരെയും പാസ്പോർട്ട് കൊണ്ടുവരാനോ ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഈ വട്ടം വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തായാലും പോവാ, പാസ്പോർട്ട് കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം ഞാനൊന്ന് കൂടിയായിരുന്നു. അച്ഛൻ പറഞ്ഞായിരുന്നു 44 ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നൊരു കാര്യം നടക്കുമെന്ന്. അപ്പോൾ അന്ന് ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. 44 ദിവസം ആയില്ല. ഇനി ഈ മാസം 2 ദിവസം കൂടെ കഴിയുമ്പോഴേ 44 പൂർത്തിയാകത്തുള്ളൂ. അതിന് മുമ്പ് എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി. ഈ മാസം 29 ഞാൻ പോവാണ്. എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പഠനത്തിൻ്റെ കാര്യം തന്നെയാണ്. 9ലും 10ലും ഞാൻ ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ പഠനം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വിളിക്കുകയും പിന്നെ പഠനത്തിൻ്റെ കാര്യമെല്ലാം മോശമാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ വന്ന് പറയും, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ജപമാല പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു, ഉപ്പും തൈലും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. പിന്നെ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് വന്നത്. 9 A+ഉം 1 A കിട്ടി. നന്ദി അറിയിക്കും. കാരുണ്യ പ്രവർത്തനം ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം പൊതി കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്നത് പോലെ രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി അത് ഓട്ടോ സ്റ്റാൻഡിൽ, ആശുപത്രികളിൽ, വീടുകളിൽ എല്ലാം കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ മോനാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവന് കൂട്ടുകാരുടെ കൂടെ അവന് ഹോസ്പിറ്റലിൽ ആരെങ്കിലും കൂട്ടിനിരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പോയി അത് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ അവനും ഭക്ഷണം വാങ്ങാനുള്ള പൈസ കൊടുക്കുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇളയ മോന് പരീക്ഷാ സമയത്ത് പത്രം വാങ്ങി പരീക്ഷയുടെ അന്നും പോലും ആ പത്രം കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള കൃപ അമ്മ കൊടുത്തായിരുന്നു. ഇത്രയും ചെയ്തു തന്ന ഈശോയ്ക്കും അപ്പനും 1000 നന്ദി പറയുന്നു.